ഓക്കെ, അപ്പൊ നമ്മള് S3CABMന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന തേർഡ് സെമ്മിലെ മാത്സ് പേപ്പർ അല്ലെ, സ്റ്റാറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആ പേപ്പറാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അത് ക്രാഷ് ആയിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല. ചുമ്മാ പെട്ടെന്ന് പഠിപ്പിച്ചു പോകുന്നു. ഒന്ന് പൊടി തട്ടി എടുക്കുന്നു കേട്ടോ. കാരണം കുറെ ദിവസമായി ഞാനൊരു 4 മാസം മുമ്പ് പഠിപ്പിച്ചതാ അല്ലെ, 4-5 മാസം മുമ്പ് പഠിപ്പിച്ച ടോപ്പിക്കായിരുന്നു. 4 അല്ല, അതിനു മുമ്പ് പഠിപ്പിച്ച ടോപ്പിക് ആയിരുന്നു. ഇപ്പൊ എക്സാം അങ്ങനെ നീണ്ടു പോയതുകൊണ്ട് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് വീഡിയോ കാണണേ, എങ്ങനെ പഠിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതില് കോറിലേഷനും പഠിപ്പിച്ചു. കോറിലേഷന് 2 ടൈപ്പ് കോറിലേഷൻ ഉണ്ട്, റാങ്ക് കോറിലേഷനും അതുപോലെ തന്നെ കാൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷനും. അപ്പൊ നിങ്ങൾ നോക്കുക, കോറിലേഷൻ നന്നായിട്ട് പഠിക്കുക, അതിന്റെ തിയറി പഠിക്കുക, കോറിലേഷന്റെ പ്രോബ്ലംസ് ചെയ്യാനും പഠിക്കുക. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 25 മാർക്ക്, 25-26 മാർക്ക് നമുക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ ഈ പുതിയൊരു രീതിയിലാണെങ്കിൽ 75-ലാണ് എക്സാം എങ്കിൽ ഒരു 30 മാർക്ക് കിട്ടിയാൽ നമ്മൾ ജയിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കോറിലേഷനിൽ തന്നെ ഒരു 25 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റ് ഇൻഡെക്സ് നമ്പർ പഠിക്കാം. ഇപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ പോകുന്നത് അതെല്ലാം എടുക്കുന്നൊന്നുമില്ല, പ്രോബ്ലം മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. തിയറി നിങ്ങൾ പഠിക്കണേ, നോട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോട്ട് കൊടുത്ത നോട്ടാണ്. ഇൻഡെക്സ് നമ്പർ എന്താണെന്നും അതിന്റെ തിയറി എന്താണെന്നും അതിന്റെ പ്രോബ്ലംസും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മറ്റേ ഇതിൽ പറഞ്ഞത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്. സമയം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതില് 3 കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതായത് ലാസ്റ്റ് ഇയർ ഇൻഡെക്സ്, പാഷേഴ്സ് ഇൻഡെക്സ്, ഫിഷർ ഐഡിയൽ ഇൻഡെക്സ്. കൂടുതലൊന്നും പഠിക്കേണ്ടെന്നല്ല, ഈ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവർ കൂടുതലൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. ആ 3 കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒക്കെ നമുക്ക് ജയിക്കാനുള്ള മാർക്കൊക്കെ കിട്ടും. നല്ല മാർക്ക് സ്കോർ ചെയ്യണ എല്ലാം നോക്കണേ, കാരണം നല്ല രീതിയിൽ എഴുതണേ. അപ്പൊ നമ്മൾ S ഗ്രേഡ് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് S ഗ്രേഡ് കിട്ടാൻ പറ്റുന്ന ഒരു പേപ്പർ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഇൻഡെക്സ് നമ്പറിന്റെ പ്രോബ്ലം, ഇൻഡെക്സ് നമ്പറിന്റെ തിയറി കൂടുതൽ ഞാൻ പറയുന്നില്ല. പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ തിയറി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇവിടെ ചോദിക്കുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കഴിഞ്ഞ വർഷത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വർഷത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് റീകോൾ ദ മീനിങ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇൻഡെക്സ് നമ്പർ എന്നത് ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദെൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിലെ പ്രോബ്ലം ഒന്നും ചോദിച്ചില്ല, അത് ചോദിച്ച തിയറി ആയിരുന്നു. എന്യൂമറേറ്റ് ദ യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ യൂസ് എന്തൊക്കെയാണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല 6 മാർക്കില്. അപ്പൊ അതിന്റെ തിയറീസ് നന്നായിട്ട് നോക്കി പോവാം. ഓക്കെ, ദെൻ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെ ക്വസ്റ്റ്യനില് 2 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? കാൽക്കുലേറ്റ് ദ ഇൻഡെക്സ് നമ്പർ ബൈ ലാസ്പിയർ മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ്, ഫിഷർ മെത്തേഡ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് 3 മെത്തേഡിലും പ്രോബ്ലം ചെയ്യാം. 15 മാർക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻ ഒരു തിയറി ആയിരുന്നു. എന്യൂമറേറ്റ് ദ പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ പ്രോബ്ലത്തെ എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. അതിന്റെ കൂടെ തന്നെ ഒരു ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട്. അതിൽ സാധാരണ രീതിയിൽ ഇൻഡെക്സ് നമ്പർ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു പ്രോബ്ലം. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ഇതാണ്. ഇൻഡെക്സ് നമ്പറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സാധാരണ ഒരു ഡാറ്റ തരും. ആ ഡാറ്റ തന്നിട്ട് പ്രൈസ് ഇൻഡെക്സ് കാണാൻ ചോദിക്കും. പ്രൈസ് ഇൻഡെക്സ് കാണാൻ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കായിരിക്കും നല്ലത്. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ടാകും. ആ ടേബിളില് കുറച്ച് കാര്യങ്ങൾ, കമ്മോഡിറ്റി പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് നമ്മൾ ഈ ഡാറ്റാസ് ഓരോ ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ പ്രൈസിനായിട്ട് ഇപ്രാവശ്യത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കില്ലേ, ആ ഒരു രീതിയാണ്. അപ്പൊ കമ്മോഡിറ്റി കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതായത് റൈസ് തന്നിട്ടുണ്ട്. ദെൻ വീറ്റ്, അതുപോലെ നെയ്യ്, അതുപോലെ ഷുഗർ തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പ്രൈസ് ഇൻ 1995 പ്രൈസ് തന്നിട്ടുണ്ട്. അതുപോലെ പ്രൈസ് ഇൻ 2000 പ്രൈസ് തന്നിട്ടുണ്ട്. മനസ്സിലായി? 1995 പ്രൈസ് തന്നിട്ടുണ്ട്, 2000 പ്രൈസ് തന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ 2 വർഷങ്ങളിലെ പ്രൈസ് തന്നിട്ടുണ്ട്.
ഞാൻ ഡാറ്റാസ് ഒന്നും എഴുതാം. 20, 30, 20, 10, 20, 30 പഞ്ചസാരക്കൊക്കെ അരിക്കൊക്കെ 20, ഇപ്പൊ 40 കിലോനായില്ലേ. 40ഒക്കെയാണ് ഒരു കിലോന് വരുന്നത്. ദെൻ 40, 45, ഓക്കെ 2000 തന്നെ കൂടുതലാ. 50, 30 അല്ലേ. ഇങ്ങനെയാണ് ഡാറ്റ തരിക. അതായത് ഒരു പ്രൈസിന്റെ ഡീറ്റെയിൽസ് തന്നെ ഉണ്ടാവും. ഇതില് ഏറ്റവും കുറഞ്ഞ പ്രൈസിനെ നമ്മൾ ബേസ് ഇയർ എന്നാണ് വിളിക്കുക. ബേസ് ആണ്. ബേസ് ഇയർ പ്രൈസ്. ബേസ് ഇയറിന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. കറന്റ് ഇയർ പ്രൈസ്. കറന്റ് ഇയറിലെ പ്രൈസ് തന്നിട്ടുണ്ടാവും. അങ്ങനെ ബേസിലെ പ്രൈസും കറന്റിലെ പ്രൈസും തന്നിട്ടുണ്ടാവും. അപ്പൊ ബേസ് ഇയറിന്റെ പ്രൈസിനെ നമ്മൾ P0 എന്ന് ഡിനോട്ട് ചെയ്യാം. കറന്റ് ഇയറിന്റെ പ്രൈസിനെ നമ്മൾ P1 എന്ന് ഡിനോട്ട് ചെയ്യാം. പ്രോബ്ലം ഈ പറയുന്നതൊന്നും ചിന്തിക്കേണ്ട. സാധാരണ അഡീഷൻ കൂട്ടുക എന്ന് പറയുന്നത് നമ്മള് ഇതെല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ട് താഴെ എഴുതിട്ടു. ഇത് കൂട്ടുക ഇവിടെ എഴുതാം, ഇത് കൂട്ടുക ഇവിടെ. ഇതാണ് ഇൻഡെക്സ് നമ്പറിന്റെ പ്രോബ്ലം. എന്ത് ചെയ്യുന്നു? 20 + 30, 50 + 20, 70 + 10, 80 അല്ലെ. അപ്പൊ സിഗ്മ P0 എന്ന് വിളിക്കുന്നത് എന്താണ്? സിഗ്മ P0 എന്ന് വിളിക്കുന്നത് 80 എന്ന് കിട്ടി. P0ന്റെ സമ്മ്, അതിനെയാണ് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ P1 എല്ലാം തമ്മിൽ കൂട്ടുക. സിഗ്മ P1 എന്ന് കൂട്ടുക. 40, 45, 85, 85, 50, അപ്പൊ 85, 80 വരുന്നുണ്ട്. അപ്പൊ 165 വരുന്നു അല്ലെ. 165 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 165 കിട്ടി. ഇതാണ് ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. അതെ, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല വളരെ സിമ്പിൾ ആണ്. അതായത് കറന്റ് ഇയർ പ്രൈസ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. അതായത് സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. അതായത് 165/80 ഇൻറ്റു 100. 165/80 ചെയ്യാം. ഇതേ ബൈ ഇത് ചെയ്യാം. മനസ്സിലായോ? 165/80 ചെയ്യാം ഇൻറ്റു 100. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത് അറിയോ? ഇതിലെ ആൻസർ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് 206 കിട്ടുന്നു കേട്ടോ. 206. അപ്പൊ ഇതാണ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, പ്രൈസ് ഇൻഡെക്സിന്റെ ഫോർമുല ഇതാണ്. ഇത് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. എസ്എ ക്വസ്റ്റനിൽ കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതലുണ്ട്. അതിൽ വേറൊരു കാര്യം കൂടിയാണ് ഞാൻ പറയാം. ഇതാണ് ബേസിക് ആയിട്ട് ചോദിക്കുന്ന പ്രൈസ് ഇൻഡെക്സിന്റെ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 2 മാർക്ക് ക്വസ്റ്റൻ. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. കറന്റ് ഇയറിന്റെ പ്രൈസ് കൂട്ടുക, അല്ല ബേസ് ഇയറിന്റെ പ്രൈസ് കൂട്ടുക, കറന്റ് ഇയറിന്റെ പ്രൈസ് കൂട്ടുക, ഇതേ ബൈ ഇത് ഇൻറ്റു 100. മനസ്സിലായോ? ഇപ്പൊ ഇത് ഒരു ടൈപ്പ് ആണ്. അടുത്ത് ചോദിക്കുന്നത് ഈ സെയിം സാധനം തന്നെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് ചോദിക്കാറുണ്ട്. ഇതില് P0 ഇതിന് പകരം ക്വാണ്ടിറ്റി ആയിരിക്കും തരിക. അപ്പൊ അതിന് ഫോർമുല ഒന്ന് മാറുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. സിഗ്മ Q1 ബൈ സിഗ്മ Q0 ഇൻറ്റു 100 ചെയ്താൽ മതി. അതിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല, ഒന്നുമില്ല. താഴത്തത് കൂട്ടുക, ഇപ്പുറത്തെ കൂട്ടുക, ഇതേ ബൈ ഇത് ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതെല്ലാം ഞാനിപ്പോ പഠിപ്പിക്കാൻ മെയിൻ ആയിട്ട് വിചാരിച്ചത് ആ മെയിൻ എസ്എ ക്വസ്റ്റ്യൻ അല്ലേ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോബ്ലം ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. എസ്എ ക്വസ്റ്റ്യന്റെ പ്രോബ്ലം ആണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് ആ പ്രോബ്ലം പഠിക്കാം. അതിന് മുമ്പ് കുറച്ച് 3 മെത്തേഡ് പറഞ്ഞില്ല. 3 മെത്തേഡ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ആ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രത്യേകത, ഇതിനെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞ പുതിയ ടോപ്പിക്കാണ്. സാധാരണ ഇൻഡെക്സ് അല്ല, വെയ്റ്റഡ് ആണ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്നാ വിളിക്കുക. വെയ്റ്റഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് ഉണ്ട് അല്ലെ, നമുക്കൊരു ബേസ് ഉണ്ട്, ബേസ് ഇയർ ഉണ്ട്. നമുക്ക് ആ ബേസ് ഇയറിന്റെ പ്രൈസ് തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. ബേസ് ഇയറിന്റെ പ്രൈസ് തരും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി കൂടി തരും. ബേസ് ഇയറിലെ എത്ര ഐറ്റംസ് വാങ്ങിച്ചു അല്ലെങ്കിൽ എത്ര ഐറ്റംസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ക്വാണ്ടിറ്റി കൂടി നമുക്ക് തരും, യൂണിറ്റ്. മനസ്സിലായോ? അപ്പൊ ബേസ് ഇയറിന്റെ പ്രൈസിനെ നമ്മള് P0 എന്നും ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റിനെ നമ്മള് Q0 എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇതേപോലെ
കറന്റ് ഇയർ എടുത്തു. കറന്റ് ഇയർ ഉണ്ടാവും. കറന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇയർ. ഓക്കെ, ആ കറന്റ് ഇയറിന്റെ പ്രൈസ് തരും, ആ കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റി തരും. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. കറന്റ് ഇയറിന്റെ പ്രൈസും തരും, കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റി തരും. കറന്റ് ഇയറിന്റെ പ്രൈസിനെ നമ്മള് P1 എന്നും കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റിനെ നമ്മള് Q1 എന്നും തരും. ഇങ്ങനെ പ്രൈസിന്റെ കൂടെ ക്വാണ്ടിറ്റി കൂടി തരുന്നതിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ വെയിറ്റ് ആണ്. അങ്ങനെ വെയിറ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ കാണുന്ന മെത്തേഡ്സ് ആണ് നമുക്ക് ശരിക്കും 5 ഉണ്ട്. അതിൽ 5 നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. നോട്ട് നോക്കി പഠിക്കാം. പക്ഷെ 5 നന്നായിട്ട് നോട്ട് നോക്കി പഠിച്ചോളൂ. നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത് പഠിക്കുക. പക്ഷെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇതായിരുന്നു. അതായത് ഈ 3 മെത്തേഡാണ്. അപ്പൊ ആ 3 മെത്തേഡ് മാത്രം ഞാനിപ്പോ പഠിപ്പിക്കുന്നുള്ളൂ. ഒന്നുമില്ല, ഈ ക്വാണ്ടിറ്റിയിൽ 4 സാധനങ്ങൾ നമുക്ക് തരും. ഈ 4 എണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോ P0 ഉണ്ടായിരിക്കും, Q0 ഉണ്ടായിരിക്കും, P1 ഉണ്ടായിരിക്കും, Q1 ഉണ്ടാകും. ഇത് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. ഈ 4 ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ 4 ക്വസ്റ്റ്യനും യൂസ് ചെയ്തുകൊണ്ട് 4 ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു 4 പ്രോഡക്റ്റ് കൂടി കാണാൻ പോവാണ്. ഓക്കെ, ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് നമ്മളൊരു 4 പ്രോഡക്റ്റ് കൂടി കാണണേ. എന്നിട്ടാണ് ഫോർമുലാസിലേക്ക് വരുന്നത്. അതായത് P1 into Q0, P1ഉം Q0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ P0 into Q0, P1 Q0, P0 Q0 അവര് രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ P1 into Q1, P1ഉം Q1ഉം P0 into Q1, P0 Q1 മൾട്ടിപ്ലൈ. അങ്ങനെ 4 കോളം നമ്മൾ കണ്ടുപിടിച്ചാൽ പ്രോബ്ലം ഔട്ട് ആൻസർ. എസ്എ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? P1 Q0 കണ്ടുപിടിക്കുന്നു, P0 into Q0 കാണുന്നു, കാൽക്കുലേഷൻ ഉണ്ടെങ്കിലൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അത് തെറ്റിക്കേ. എന്നിട്ട് P1 into Q1 കാണുന്നു, P0 into Q1 കാണുന്നു. ഏതൊക്കെയാണ് കാണേണ്ടത്? 4 എണ്ണാണ് കാണേണ്ടത്. P1 Q0, P0 Q0, P1 Q1, P0 Q1. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് താഴെ എഴുതുന്നു നമ്മൾ. മനസ്സിലായോ? ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് താഴെ ടോട്ടൽ, ആ ടോട്ടലാണ് നമ്മളിങ്ങനെ ഡാറ്റ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ കാണുന്നു. ഈ ടോട്ടലിനെ സിഗ്മ P1 Q0 എന്ന് വിളിക്കുന്നു. ഇതിന്റെ ടോട്ടലിനെ സിഗ്മ P0 Q0 എന്ന് വിളിക്കുന്നു. ഇതിന്റെ ടോട്ടലിനെ സിഗ്മ P1 Q1 എന്ന് വിളിക്കുന്നു. ഇതിന്റെ ടോട്ടലിനെ സിഗ്മ P0 Q1 എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മള് ഈ ഓരോന്നിന്റെയും ടോട്ടൽ കണ്ടുപിടിക്കുന്നു. മനസ്സിലായോ ചെയ്യേണ്ടത്? എസ്എ ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷൻ ആണ്. ശരിക്കും പറഞ്ഞ നല്ല കാൽക്കുലേഷൻ ആണ്. പക്ഷെ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ്. P1ഉം Q0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ ആൻസർ എല്ലാം കൂടി കൂട്ടി താഴെ എഴുതി വയ്ക്കുക. നമ്മൾ കോറിലേഷൻ ചെയ്ത പോലെ P0യും Q0യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ ആൾക്കാരൊക്കെ താഴെ എഴുതി വയ്ക്കുക. ദെൻ P1ഉം Q1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ ആൾക്കാരൊക്കെ കൂടി താഴെ എഴുതി വയ്ക്കുക. ദെൻ P0യും Q1ഉം കൂടി കൂട്ടുക. ആ കിട്ടിയ ആൾക്കാരെല്ലാം കൂടി കൂട്ടിയിട്ട് താഴെ എഴുതി വയ്ക്കുക. ഇങ്ങനെ 4 സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓരോരോ ഫോർമുലാസ് പഠിക്കാം. അതിൽ ആദ്യത്തെ ഫോർമുല പറയുന്നത് ലാസ്പിയർ ഇൻഡെക്സ്. ഓരോന്നാണ്. ആദ്യത്തെ ഫോർമുല ഇതാണ്. 3 ഞാൻ 3 പഠിപ്പിക്കുന്നുള്ളൂ. 3 പഠിക്കാൻ സുഖമാണ്. ആദ്യത്തെ ഫോർമുല ലാസ്പിയർ, LASPUYRE, ലാസ്പിയേഴ്സ് ഇൻഡെക്സ്. ലാസ്പിയേഴ്സ് ഇൻഡെക്സ്, ഇൻഡെക്സ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ P01 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മള് പഠിക്കാൻ എളുപ്പത്തിനാണ് ലാസ്പിയറിന്റെ ഫോർമുലേനെ L എന്ന് വിളിക്കുന്നു. പഠിക്കാൻ എളുപ്പത്തിനായിട്ട് L എന്ന് വിളിക്കുന്നു. L ഈക്വൽ ടു നോക്കുക, ഈ ടോട്ടലില്ലേ, ഇത് ബൈ ഇത് ചെയ്യാം. ഒന്നാമത്തെ ബൈ രണ്ടാമത്തെ ഇൻറ്റു 100. അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. ലാസ്പിയർ ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. മനസ്സിലായോ? ലാസ്പിയർ എന്താണ്? P1 Q0 ബൈ
P0 Q0 into 100. അടുത്ത പാഷേഴ്സ് ഇൻഡെക്സ് ആണ്. ഇത് രണ്ടു മൂന്നും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല. പാഷേഴ്സ് ഇൻഡെക്സ് ആണ്. PAASCH പാഷേഴ്സ് ഇൻഡെക്സ്. പാഷേഴ്സ് ഇൻഡെക്സ് ആണ്. പാഷേഴ്സ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യാം. അതായത് പി എന്ന് ഡിനോട്ട് ചെയ്യാൻ നമുക്ക് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 into 100. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ നല്ലത്. പഠിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതിന് രണ്ടിന്റെ സ്റ്റാർട്ടിങ് സെയിം ആണ്. നോക്കി വെക്കുക, മുകളിൽ P1 താഴെ P0. അവിടെ എന്താ P1 താഴെ P0. മനസ്സിലായോ? രണ്ടിന്റെയും സ്റ്റാർട്ടിങ് സെയിം ആണ്. P1 ബൈ P0 കണ്ട, P1 P0. എവിടെ മാറ്റം വരുന്നത്? ലാസ്റ്റ് ഇയറിലെ രണ്ടും Q0കളാണ്. നോക്കി വെക്കുക, ലാസ്റ്റ് ഇയറിൽ രണ്ടും Q0കളാണ്. പാഷയില് രണ്ടും Q1. ക്വാണ്ടിറ്റിയാണ് മാറുന്നത്. ക്വാണ്ടിറ്റി രണ്ടും ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ എടുക്കുന്നത്, അവിടെ കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റിയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഫോർമുലാസ് ഉണ്ടാക്കിയിട്ട് പഠിച്ചോളൂ. ഓക്കെ, കാരണം 15 മാർക്ക് ഈസി ആയി നമുക്ക് പോക്കറ്റിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും ഇത് പഠിച്ചു വയ്ക്കുക. അടുത്തതാണ് ഫിഷർ ഐഡിയൽ ഇൻഡെക്സ്, അല്ലെങ്കിൽ ഫിഷേഴ്സ് ഇൻഡെക്സ് എന്ന് വിളിക്കും. ഫിഷർ ഐഡിയൽ ഇൻഡെക്സ്. അതിന്റെ കുറച്ച് തിയറി ഒക്കെ ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഫിഷർ ഐഡിയൽ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് വളരെ സിമ്പിൾ ആണ്. എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇത് രണ്ടും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുക, L into P ചെയ്യുക. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് കിട്ടും. പഠിക്കാൻ എളുപ്പമാണ്, റൂട്ട് LP ചെയ്താൽ മതി. ഓക്കെ, ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് ചെയ്യാൻ എന്ത് കിട്ടിയാൽ ചെയ്താൽ മതി? നമ്മള് റൂട്ട് ഓഫ് LP, L into P ചെയ്ത ഫിഷർ ഐഡിയൽ. ഈ 3 സാധനങ്ങൾ കിട്ടിയാൽ 15 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, ഇമ്പോർട്ടന്റ് ഇത് തന്നെയാണ്. കൂടെ 2 ഫോർമുലാസ് കൂടി ഉണ്ട്. അതിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ ഫോർമുല ഒന്ന് എഴുതിക്കാം. പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ അതിന്റെ ഫോർമുലാസ് കൂടി ഒന്ന് എഴുതിക്കാം. ഫോർമുല ഇതാണ്. ഡോർബിഷ് ആൻഡ് ബൗളി. ഡോർബിഷ് ആൻഡ് ബൗളി. ഡോർബിഷ് ആൻഡ് ബൗളി ഇൻഡെക്സ് ആണ്. DB എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈക്വൽ ടു L പ്ലസ് P ബൈ 2. ലാസ്റ്റ് ഇയർ കാണാം, പാഷെ കാണാം, അത് ബൈ 2 ചെയ്താൽ എന്തായി? ഡോർബിഷ് ആൻഡ് ബൗളി. അപ്പൊ അതും പഠിക്കാൻ വലിയ റിസ്ക് ഇല്ല. അഞ്ചാമത്തതാണ്. ഇത് നമുക്ക് ഞാൻ ഇപ്പൊ ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. മാർഷൽ എഡ്ജ്വർത്ത് ഇൻഡെക്സ് ആണ്. അതിന്റെ ഫോർമുല നോക്കണം. ME എന്നാണ് ഡിനോട്ട് ചെയ്യുക. മാർഷൽ എഡ്ജ്വർത്തിന്റെ ME. ഓക്കെ, ME ഈക്വൽ ടു സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 into 100. ഇതാണ് ഫോർമുല. അതൊന്ന് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ ഈ 4 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. മനസ്സിലായോ? എല്ലാ സാധനങ്ങളും ഈ 4 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ആയിരുന്നു ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ calculate weighted index number by last year method, പാഷേഴ്സ് മെത്തേഡ്, ഫിഷേഴ്സ് മെത്തേഡ്. ഈ 3 മെത്തേഡിലും കാണണം. ഡാറ്റാസ് ഇങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. കമ്മോഡിറ്റി മോളിൽ എഴുതാം അല്ലെ. അപ്പൊ എനിക്ക് താഴെ കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, കമ്മോഡിറ്റി അതില് പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. പിന്നെ 2 ഡിവൈഡ് ചെയ്തിട്ട് പ്രൈസ്. ബേസ്
ബേസ് ഇയറിന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. കറന്റ് ഇയറിലെ പ്രൈസ് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ക്വാണ്ടിറ്റി ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റിന്റെ കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റിന്റെ. അപ്പൊ ബേസ് ഇയറിന്റെ പ്രൈസും കറന്റ് ഇയറിന്റെ പ്രൈസും ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റിയും കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. കമ്മോഡിറ്റിയിൽ ഇവിടെ ABCD 4 ഐറ്റംസ് ഉണ്ട്. ABCD വാല്യൂസ് വളരെ സിമ്പിൾ ആയിരുന്നു. 4532 നമുക്ക് സാധാരണ ഗുണിക്കാനുള്ള സിമ്പിൾ സാധനങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. 54 വലിയ നമ്പർ പോലും അല്ല. 5463 ഇവിടെ 10 8 15 20 ഇവിടെ 8 12 5 50. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ ഓരോ പേരുകൾ കൊടുക്കുകയാണ്. അതായത് ബേസ് ഇയറിന്റെ പ്രൈസിന് നമ്മൾ പ്രൈസിനെ P0 എന്നും കറന്റ് ഇയറിന്റെ പ്രൈസിനെ P1 എന്നും പേര് കൊടുക്കുന്നു. ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റിനെ നമ്മൾ Q0 എന്നും കറന്റ് ഇയറിന്റെ ക്വാണ്ടിറ്റിനെ Q1 എന്നും നമ്മൾ പേര് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇത് തമ്മിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ ടേബിളിൽ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ടേബിളിൽ വേണ്ടത് 4 പ്രോഡക്റ്റുകളാണ് നമുക്ക് ടേബിളിൽ വേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ്? P1 Q0, P0 Q0, P1 Q1, P0 Q1. ഇങ്ങനെ 4 കോളമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി വെക്കുക, P1 Q0 തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. നോക്കി എഴുതാം. P1 എന്ന് പറഞ്ഞ കോളവും Q0 നോക്കി എഴുതിയാൽ മതി കേട്ടോ. P1 നോക്കാം, 5 ഇൻറ്റു കറസ്പോണ്ടിങ് 10. അപ്പൊ 5 ഇൻറ്റു 10 50 ആണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 4 ഇൻറ്റു 8 4 8 32 അല്ലെ. 6 ഇൻറ്റു 50 6 ഇൻറ്റു 15 അപ്പൊ 60 5 6 30 90 60 അല്ലെ. 60 5 30 ഡൗട്ട് തെറ്റിക്കണ്ടായിട്ട് വീഡിയോ ചെയ്യുന്നല്ലേ. 60 6 ഇൻറ്റു 15 ഓക്കെ 90 തന്നെയാണ്. 3 ഇൻറ്റു 20 3 ഇൻറ്റു 20 60. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? നമ്മള് P1 Q0 ചെയ്തു. നമ്മൾ കണ്ടോ എന്താ ചെയ്തത്? P1 എന്ന് പറഞ്ഞ കോളത്തിനെ Q0 എന്ന് പറഞ്ഞ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 5 ഇൻറ്റു 10 50, 4 ഇൻറ്റു 8 32, 6 ഇൻറ്റു 15 90, 3 ഇൻറ്റു 20 60. അടുത്ത എന്താ ചെയ്യണ്ടേ? P0യും Q0യും തമ്മിൽ മൾട്ടിപ്ലൈ. ആദ്യത്തതും ഇതും തമ്മിൽ ഇടാം. 4 ഇൻറ്റു 10 40, 5 ഇൻറ്റു 8 8 40, 3 ഇൻറ്റു 15 45, 2 ഇൻറ്റു 20 40. അപ്പൊ അത് കഴിഞ്ഞു. ആ പടി കഴിഞ്ഞു. വലിയ റിസ്ക് ഒന്നുമില്ല. 15 മാർക്ക് വെറുതെ കിട്ടുന്നത് അങ്ങനത്തെ പ്രോബ്ലം ആണ് കേട്ടോ. അത്രയും സിമ്പിൾ ആണ്. അടുത്തത് P1 Q1. P1 Q1 നോക്കണേ. 5 ഇൻറ്റു 8 8 40, 4 ഇൻറ്റു 12 40, 2 4 8 48, 6 ഇൻറ്റു 5 6 30, 3 ഇൻറ്റു 15 3 ഇൻറ്റു 15 45. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് എന്താ? P0 Q1. P0യും Q1 തമ്മിൽ. അപ്പൊ 4 ഇൻറ്റു 8 4 8 32, 5 ഇൻറ്റു 12 50, 2 10 അപ്പൊ 60 അല്ലെ. 50 2 10 60. ഓക്കെ, അടുത്ത 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 15, അടുത്ത 2 ഇൻറ്റു 15 30. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്തത്? P1 Q0യും ചെയ്തു, P0 Q0 ചെയ്തു, P1 Q1 ചെയ്തു, P0 Q1 ചെയ്തു. ഇനി ഇതെല്ലാം കൂടി കൂട്ടി താഴോട്ട് എഴുതാം. ഓക്കെ, ഇത് കൂട്ടാണ്. കാൽക്കുലേറ്റർ കൂട്ടേക്ക് നല്ലത്. 50 പ്ലസ് 32 പ്ലസ് 90 പ്ലസ് 60 232 കേട്ടോ. അടുത്തത് 40 പ്ലസ് 40 പ്ലസ് 45 പ്ലസ് 40 165 കേട്ടോ. അടുത്തത് 40 പ്ലസ് 48 പ്ലസ് 30 പ്ലസ് 45 163. അടുത്തത് 32 പ്ലസ് 60 പ്ലസ് 15 പ്ലസ് 30 137 കേട്ടോ.
അങ്ങനെ എല്ലാം കൂടി കൂട്ടി എഴുതി. ഇപ്പൊ ഏകദേശം നമ്മുടെ പ്രോബ്ലത്തിന്റെ 90% അവസാനിച്ച് ഇനി ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ സാധനമാണ് സിഗ്മ P1Q0 എന്ന് വിളിക്കുന്നത്. ഇതാണ് സിഗ്മ P0Q0 എന്ന് വിളിക്കുന്നത്. ഇതിനെ സിഗ്മ P1Q1 എന്ന് വിളിക്കുന്നു. ഇത് സിഗ്മ P0Q1. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം അവസാനിച്ചു ഏകദേശം. ഒന്നാമത്തെ മെത്തേഡ് എഴുതാം. നമ്പർ 1 ലാസ്പിയേഴ്സ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല എന്താ? L = ഇതേ ബൈ ഇത് ഇൻറ്റു 100. സിഗ്മ P1Q0 ബൈ സിഗ്മ P0Q0 ഇൻറ്റു 100. നമ്മൾ നോക്കുന്നു 232 ബൈ 165 ഇൻറ്റു 100. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. കാൽക്കുലേറ്ററിൽ 232 ബൈ 165 അടിച്ചു ഇൻറ്റു 100 കൊടുത്തു. അപ്പോൾ ആൻസർ എനിക്ക് കിട്ടിയത് 140.606 കേട്ടോ. അതാണ് ആൻസർ. വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ 15 മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കഴിഞ്ഞത്. എളുപ്പമല്ലേ? വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. അടുത്ത രണ്ടാമത്തത് പാഷേഴ്സ് ഇൻഡെക്സ്. പാഷേഴ്സ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല ഇതേ ബൈ ഇതേ ഇൻറ്റു 100. P = സിഗ്മ P1Q1 ബൈ സിഗ്മ P0Q1 ഇൻറ്റു 100. അതായത് 163 ബൈ 137 ഇൻറ്റു 100 കാൽക്കുലേറ്റർ അടിക്കുക. 163 ബൈ 137 ഇൻറ്റു 100 കൊടുത്തു. ആൻസർ എനിക്ക് കിട്ടിയത് 118.978. 3 ഡെസിമൽ എഴുതാം കേട്ടോ. അപ്പൊ നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താ ചെയ്യുന്നത്? സിഗ്മ P1Q1 ബൈ P0Q1 ഇൻറ്റു 100. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റൻ കഴിഞ്ഞ് നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഫിഷേഴ്സ് ഇൻഡെക്സ് ആണ്. വളരെ സിമ്പിൾ ആണ്. എഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് L ഇൻറ്റു പി. എല്ലും പിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുക്കുക കേട്ടോ. F = റൂട്ട് 140.606 ഇൻറ്റു 118.978. ഇപ്പൊ റൂട്ട് ഇവർ തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 140.606 ഇൻറ്റു 118.978. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16,729.0206 എന്ന് കിട്ടി. അതിനെ റൂട്ട് എടുക്കുന്നു. റൂട്ട് ഓഫ് ആൻസർ കാൽക്കുലേറ്റർ റൂട്ട് കൊടുത്താൽ മതി. ആൻസർ ഇതാണ് 129.34 കേട്ടോ. 129.34 കിട്ടി. അപ്പൊ ഇതാണ് കഴിഞ്ഞ വർഷത്തെ 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട പ്രോബ്ലം ആണ്. P1Q0, P0Q0, P1Q1, P0Q1 ഈ 4 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. ആ 4ന്റെ സമ്മ കണ്ടുപിടിക്കുക. മനസ്സിലായോ? എന്നിട്ട് ആദ്യത്തെ 2 ഡിവൈഡ് ചെയ്താൽ ലാസ്പിയർ ഇൻഡെക്സ്, അടുത്ത 2 ഡിവൈഡ് ചെയ്താൽ പാഷേഴ്സ് ഇൻഡെക്സ്. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്താല് ഫിഷർ ഇൻഡെക്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു യൂണിറ്റ് അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും കിട്ടിയാലേ നമ്മൾ പാസ്സായി. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ യൂണിറ്റിൽ കുറെ തിയറീസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, തിയറി പഠിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് തിയറി പഠിക്കാം. അല്ലാത്തവർക്കും രണ്ടാമത്തെ യൂണിറ്റ്, അതായത് രണ്ടാമത്തെ യൂണിറ്റിലെ മെയിൻ മീഡിയൻ മോഡ് കാണുന്ന പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് നാളത്തെ ക്ലാസ്സിൽ, ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, നാളത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ മെയിൻ മീഡിയൻ മോഡ് ചെയ്യുന്നത്, അതുപോലെ റേഞ്ചും കോട്ടലിഗേഷൻ 5 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്പീഡിൽ ഒന്ന് എടുത്തിട്ട് പോവാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. തിയറി നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ആ തിയറി കൂടി പഠിച്ചു പോണേ. എന്താണ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിഷറിന്റെ പ്രോബ്ലത്തിൽ ഒരു 2 ടെസ്റ്റുകളുണ്ട്. അതായത് എന്താ പറയാ, മറന്നുപോയല്ലോ, പഠിപ്പിക്കാതിരിക്കുമ്പോൾ മറന്നു കൂട്ടോ. ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി ഓഫ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ 2 ടെസ്റ്റുകളുണ്ട്. തിയറിയാണ്. ആ 2 തിയറി കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. എന്താ ചെറിയൊരു ഫോർമുലയുള്ളൂ,
ഓക്കെ, ആ ഫോർമുലാസ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക. കോറിലേഷനും ഇൻഡെക്സ് നമ്പറും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പാസ്സായി എന്ന് നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, കിട്ടുമെന്ന് ഉറപ്പിക്കുക. ഇപ്രാവശ്യം സപ്ലി ചെയ്യുക. സപ്ലി ഇല്ലാത്ത ഒരു CJPM സ്റ്റുഡൻസ് നമുക്ക് കിട്ടണം. ആദ്യത്തെ എക്സാമിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. എപ്പോഴും CJPM പിള്ളേർ എപ്പോഴും സപ്ലി അടിക്കുന്ന പിള്ളേരെന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് മാറ്റി പിടിക്കണം നമുക്ക്. ഇപ്രാവശ്യം എഴുതുന്ന എല്ലാവരും പാസ്സാവണം. ഓക്കെ, ബൈ.